ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൗരവത്തോടെ ഇടപെടണമെന്ന് ലത്തീൻ കത്തോലിക്ക സഭ. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഭയം ജനിപ്പിക്കുന്നതാണ്. മതപരിവർത്തന കുറ്റം കൂട്ടിച്ചേർത്ത് കേസ് ബലപ്പെടുത്താൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അക്രമത്തെ ന്യായീകരിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നും ലത്തീൻ കത്തോലിക്ക സഭ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സിജോ, ലത്തീൻ കത്തോലിക്ക സഭയുടെ ഒരു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? അജി എല്ലാവരുടെയും കൂടെയാണ് എന്ന് കേന്ദ്ര നേതൃത്വം അവകാശപ്പെടുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എന്നൊരു കുറ്റപ്പെടുത്തലോടുകൂടിയാണ് ലത്തീൻ സഭ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിലെ മലയാളി സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണവുമായി ലത്തീൻ സഭ രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമയബന്ധിതമായിട്ടുള്ള ഒരു ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് വ്യക്തമായും അവർ പറയുകയും ചെയ്യുന്നത്. അതായത് ക്രൈസ്തവ മത ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അത് ഭയം ജനിപ്പിക്കുന്നതാണ് എന്നുള്ള ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഈ മതപരിവർത്തന കുറ്റം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അത് ബോധപൂർവമാണ്. ഈ കേസിന് ബലം കൂട്ടാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ്. സംസ്ഥാന മുഖ്യമന്ത്രി വരെ ഈ അക്രമത്തെ ന്യായീകരിച്ച രംഗത്ത് എത്തിയതിൽ ഒരു ആശങ്ക ഉണ്ട് എന്നും സഭ നേതൃത്വം പറയുകയും ചെയ്യുന്നുണ്ട്. ഈ കള്ളക്കേസ് എടുത്തിരിക്കുന്നത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് തീരെ കളങ്കമാണ്, എല്ലാവരുടെയും കൂടെയാണ് എന്ന് കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്യുന്നു. അതേസമയത്ത് ഇത്തരം ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ചില കണക്കുകൾ കൂടി നിരത്തുകയും ചെയ്യുന്നുണ്ട്. 2014 മുതൽ 2024 വരെ ക്രൈസ്തവർക്കെതിരെ നടന്നിരുന്ന ആക്രമണങ്ങൾ 4316 എന്നുള്ള ഒരെണ്ണം, അതാണ് അവർ പ്രധാനമായും പറയുന്നത്. ഒപ്പം തന്നെ 2023 733 എന്നത് 2024 ആയപ്പോൾ 834 വർദ്ധിച്ചു എന്നുള്ളതും ഈ സഭ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അജി, ശരി. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്, കൊച്ചിയിൽ.